റഷ്യയിൽ നിന്ന് 10,000 കോടി രൂപ ചിലവിൽ 288 S-400 മിസൈലുകൾ വാങ്ങാൻ രാജ്യം. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിലാണ് ഇത് സംബന്ധിച്ച അനുമതി ലഭിച്ചത്. ഇതിൽ 120 ഹ്രസ്വദൂര മിസൈലുകളും 168 ദീർഘദൂര മിസൈലുകളും ഉൾപ്പെടുന്നു. ഫാസ്റ്റ് ട്രാക്ക് പ്രൊസീജിയർ വഴിയാണ് ഇവ വാങ്ങുന്നത്. 114 റഫാൽ വിമാനങ്ങൾ വാങ്ങാൻ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ തീരുമാനിച്ച വിവരം ഇന്നലെ പുറത്തുവന്നിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളെയും ഡ്രോണുകളെയും വെടിവെച്ചിടാൻ S-400 സംവിധാനം വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. ആ സമയത്ത് തീർന്നുപോയ സ്റ്റോക്ക് നികത്താനാണ് പുതിയ നീക്കം. നിലവിൽ കരാറൊപ്പിട്ട 2 S-400 മിസൈലുകൾ കൂടി ഈ വർഷം ജൂണിലും നവംബറിലുമായി ഇന്ത്യയിലേക്ക് ലഭിക്കും. ഏകദേശം 3.60 ലക്ഷം കോടി രൂപയുടെ വിവിധ പ്രതിരോധ പദ്ധതികൾക്ക് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അനുമതി നൽകിയിട്ടുണ്ട്. ഇതിൽ റഫേൽ യുദ്ധവിമാനങ്ങൾ, മൾട്ടി റോൾ ഫൈറ്റർ എക്സ്ക്രാഫ്റ്റ്, ആന്റി ട്രാക്ക് മൈനുകൾ, P-8I സമുദ്ര നിരീക്ഷണ വിമാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. വാങ്ങുന്ന ഭൂരിഭാഗം യുദ്ധവിമാനങ്ങളും ഇന്ത്യയിൽ തന്നെയാകും നിർമ്മിക്കുക.